ഓക്കെ, ഏറ്റവും ആദ്യമേ എൻ്റെ ഗിറ്റ്ഹബിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബാങ്കേഴ്സ് അൽഗോരിതത്തിൻ്റെയും റൗണ്ട് റോബിൻ്റെയും പ്രോഗ്രാം കിട്ടും. ബാങ്കേഴ്സ് github.com/blackwebs എന്ന് പറഞ്ഞ റെപ്പോസിറ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് താഴെ കോൺട്രിബ്യൂഷൻസിൽ OS Lab 2023 എക്സാം എന്ന് പറയുന്ന റെപ്പോസിറ്ററി എടുക്കുകയാണെങ്കിൽ അതിൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ബാങ്കേഴ്സ് അൽഗോരിതവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റൗണ്ട് റോബിനും കാണും. ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിനകത്ത് അലൊക്കേഷൻ മെട്രിക്സും കാണും, മാക്സിമം മെട്രിക്സും കാണും. അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും എന്തുമാത്രമാണെന്നും നമുക്ക് തരും. ഇപ്പം പ്രോഗ്രാമിൽ വരുമ്പോഴേക്ക് ഏറ്റവും ആദ്യമേ തന്നെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ സ്ട്രക്ചറിനകത്താണെങ്കിൽ അലൊക്കേഷൻ മെട്രിക്സും മാക്സിമം മെട്രിക്സും, ഇതിനകത്ത് റിസോഴ്സ് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു മെട്രിക്സും, ഈ 3 മെട്രിക്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഫ്ലാഗ് എന്ന് പറയുന്നൊരു വേരിയബിളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലോബലായിട്ട് കുറേ വേരിയബിൾസിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സ്ട്രക്ചറിന് നമ്മളൊരു മെട്രിക്സ് കൂടെ നമ്മളൊരു ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ P10 എന്ന് പറയുന്നത് മാക്സിമം 10 പ്രോസസ്സ് വരെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കൂടാതെ തന്നെ നമുക്ക് അവൈലബിൾ എന്ന് പറയുന്നൊരു മെട്രിക്സും സീക്വൻസ് എന്ന് പറയുന്നൊരു മെട്രിക്സും. അവൈലബിൾ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി നോർമൽ ചെയ്യുമ്പോഴേക്കും വരുന്ന റിമൈനിങ് റിസോഴ്സസ് അവൈലബിൾ ഉണ്ടല്ലോ, അതിന് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മെട്രിക്സ് സേവ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു മെട്രിക്സാണ്. പിന്നെ അതേപോലെ തന്നെ സീക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസ് സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെട്രിക്സാണ്. ഏതൊരു പ്രോഗ്രാമും എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും ആദ്യമേ ചോദിക്കുന്നത് പ്രോസസ്സ് നമ്പറാണ്. എന്തുമാത്രം റിസോഴ്സസ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. പ്രോസസ്സ് നമ്പർ എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ 5 പ്രോസസ്സാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഈ 5 പ്രോസസ്സായിരിക്കും 5 നമ്മൾ ആ പ്രോസസ്സ് നമ്പറായിട്ട് എൻ്റർ ചെയ്യുന്നത്. എന്തുമാത്രം റിസോഴ്സസാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കൊടുക്കും. എൻ്റർ ദ അവൈലബിൾ റിസോഴ്സസ് ഓഫ് ഈച്ച് ടൈപ്പ്. അവൈലബിൾ റിസോഴ്സസ് എന്താണെന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ആ അവൈലബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ അവൈലബിൾ മെട്രിക്സിലെ ആദ്യത്തെ 4 അല്ലെങ്കിൽ ആദ്യത്തെ റോയിലെ വാല്യൂസ് ആയിരിക്കും അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ നമുക്ക് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്സ് എന്ന് പറയുന്നത് ഈ അവൈലബിൾ റിസോഴ്സസിനെ നമുക്ക് ആ അവൈലബിൾ മെട്രിക്സിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഓരോ മെട്രിക്സിനും അലൊക്കേഷൻ മെട്രിക്സിലോട്ട് നമ്മൾ വേണ്ട ഓരോ റിസോഴ്സസും നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ അവൈലബിൾ മെട്രിക്സിൻ്റെ കൂടെ നമ്മൾ മാക്സിമം മെട്രിക്സിനകത്തോട്ട് നമുക്ക് വേണ്ട ഓരോ വാല്യൂസും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഈ ഒരു ഫോർ ലൂപ്പ് കൊണ്ട് ഏറ്റവും ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് റിസോഴ്സ് നീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു മെട്രിക്സാണ്. ഈ ഒരു മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ മാക്സിമം മെട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിലെ ഫസ്റ്റ് ഓരോ പൊസിഷനിലെ അതിൻ്റെ കറസ്പോണ്ടിങ് അലൊക്കേഷൻ പൊസിഷനിലെ ഓരോ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞു. ഇപ്പം 3, 2, 5, 2 എന്ന് പറയുന്നത് ഫസ്റ്റ് അലൊക്കേഷൻ മെട്രിക്സിലെ ഓരോ വാല്യൂസായിട്ട് നമ്മൾ കുറയ്ക്കുകയോ ചെയ്യുന്നത്. 3 - 1 2, 2 - 0 2, 5 - 2 3, 2 - 2 0. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സ്റ്റെപ്പാണ് ബേസിക്കലി ഈ ഒരു സ്റ്റെപ്പും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടം വരെയാണ് ബേസിക്കലി നമ്മൾ ചെയ്തത്. ഈ ഒരു ഇത്രയും സ്റ്റെപ്പാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. ഇനിയിപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്ത ആ മെട്രിക്സും അതേപോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത റിസോഴ്സ് നീഡഡ് എന്ന് പറയുന്ന മെട്രിക്സും നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. നമ്മൾ അത്രയും ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി വരേണ്ട കാര്യങ്ങൾ, അതായത് സേവ് സീക്വൻസൊക്കെ നമ്മൾ അല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സേവ് സീക്വൻസ് ഉണ്ടെങ്കിൽ സേവ് സീക്വൻസിന് ഡിസ്പ്ലേ ചെയ്യാം. ഇല്ലാത്തൊരു കേസ് കെട്ടുകളുണ്ട് തന്നെ. സേവ് സീക്വൻസ് സിസ്റ്റം ഇസ് ഇൻ അൺസേവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴേക്കും. ഇനിയും വരുന്നത് നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനകത്തു നിന്നാണ് നമ്മൾ സേവ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്നത്. നമ്മൾ നോർമലി ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫസ്റ്റ് 3001 ഉൾക്കൊള്ളാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ പ്രോസസ്സ് ഏതാണ്? 2001 ആണ്. 2001ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അലൊക്കേഷൻ മെട്രിക്സ് ഏതാണ്? അലൊക്കേഷൻ മെട്രിക്സിൻ്റെ വാല്യൂസ് ഏതാണ്? 4, 2, 1, 3. അത് നമ്മൾ ഈ അവൈലബിൾ മെട്രിക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതുമ്പോഴേക്കാണ്
നമുക്ക് ഈ രണ്ടാമത്തെ അവൈലബിലിറ്റി നമുക്ക് കിട്ടുന്നത്. ഇതേപോലെയാണ് നമ്മൾ ഫുൾ മെട്രിക്സും അവൈലബിൾ മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫംഗ്ഷനിൽ നമ്മളൊരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ് നമ്പർ, നമ്മൾ തന്നിരിക്കുന്ന പ്രോസസ്സ് നമ്പർ എത്രയാണോ അത്രയും പ്രോസസ്സ് വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആണ് ഈ ഒരു വൈൽ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സേഫ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നു. സേഫിന് ആകെ 2 വാല്യൂസ് കിട്ടും, 0 or 1. ഓക്കെ, 0 ആയിട്ട് ഇനിഷ്യലൈസ് ആകും. 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുമ്പോഴേക്ക് അൺസേഫ് സ്റ്റേറ്റിലാണ് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ വെക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെട്രിക്സിലും ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ P5 ഏറ്റവും ആദ്യമേ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തത് ഏറ്റവും അവസാനം കഴിയുമ്പോഴേക്കും സേഫ് എന്ന് പറയുന്ന വേരിയബിൾ 1 ആയിട്ട് സെറ്റാകും. പിന്നെ രണ്ടാമത്തെ ലൂപ്പിൽ P2ൻ്റെ ചെയ്ത് വരുമ്പോഴേക്കും ഫസ്റ്റ് സേഫിനെ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. അതിനുശേഷം അത് സേഫ് സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാകുമ്പോഴേക്കും സേഫിനെ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ എത്ര തവണയാണ് ഈ എക്സാമ്പിളിന് പോകുന്നത്? 5 വട്ടമായിരിക്കും സേഫിനെ നമ്മൾ 0യിൽ നിന്ന് 1 ആയിട്ട് സെറ്റാക്കുന്നത്. ഒറ്റ തവണയായിട്ടല്ല ഇത് സംഭവിക്കുന്നത്, 5 വട്ടമായിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കും. എക്സെക് എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. ആ എക്സെക് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന റിസോഴ്സസ്, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എക്സെക് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സേവ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഒരു നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തേക്കുന്നത് ആ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. അതായത് ഈ ഒരു പ്രോസസ്സ് നമ്മൾ സേഫ് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? ഒരു റിസോഴ്സസ് അവൈലബിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓരോ പ്രോസസ്സും എടുത്ത് ഇങ്ങനെ കറസ്പോണ്ടിങ് ഓരോ എക്ക് അതിനനുസരിച്ച് റിസോഴ്സസ് അവൈലബിൾ ആണോ, ബിക്ക് അതിനനുസരിച്ച് റിസോഴ്സ് അവൈലബിൾ ആണോ, സിക്ക് അനുസരിച്ച് റിസോഴ്സ് അവൈലബിൾ ആണോ, ഡിക്ക് അതിനനുസരിച്ച് റിസോഴ്സ് അവൈലബിൾ ആണോ. ഈ ഒരു എക്സാമ്പിൾ 3001-ന് P5 ഇതിനനുസരിച്ച് റിസോഴ്സസ് അവൈലബിൾ ആകുന്നുള്ളൂ. 2001 ദാറ്റ് സാറ്റിസ്ഫൈസ് ദ അവൈലബിൾ റിസോഴ്സസ് ഓഫ് 3001. സോ അങ്ങനെയാണ് ചെക്ക് ചെയ്ത് പോകുന്നത്. പിന്നെ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. P5 എത്തിയപ്പോഴേക്കാണ് നമുക്ക് റിസോഴ്സസ് അവൈലബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായത്. അന്നേരം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അലോക്കേഷൻ മെട്രിക്സിൻ്റെ ഓരോ വാല്യൂസിനെ എടുത്തിട്ട് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള മെട്രിക്സിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുക. അതായത് 3 + 4 7, 0 + 2 2, 0 + 1 1, 1 + 3 4, അങ്ങനെ ആഡ് ചെയ്യാനാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ഫോർ ലൂപ്പ് പറയുന്നത്. നമ്മളിപ്പം ആണ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇത്രയും നേരം എന്തുവാണ്, ഒരു പ്രോസസ്സ് എടുത്തു കമ്പയർ ചെയ്തു, രണ്ടാമത്തെ പ്രോസസ്സ് എടുത്തു കമ്പയർ ചെയ്തു, മൂന്നാമത്തെ പ്രോസസ്സ് എടുത്തു കമ്പയർ ചെയ്തു, നാലാമത്തെ പ്രോസസ്സ് എടുത്തു കമ്പയർ ചെയ്തു. അന്നേരം ഏതോ ഒരു ഫോർ ലൂപ്പിൽ ഏതോ ഒരു കണ്ടീഷനിൽ ഇത് സാറ്റിസ്ഫൈ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. സോ അന്നേരം അങ്ങനത്തെ കേസിൽ നമ്മൾ അലോക്കേഷൻ മെട്രിക്സിനെടുത്ത് ആഡ് ചെയ്ത് അവൈലബിൾ റിസോഴ്സസിനെ അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് സേഫ് സീക്വൻസിലോട്ട് നമ്മളിപ്പം കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സിനെ എടുത്തിട്ട് ഫസ്റ്റ്ലി അങ്ങ് പ്ലേസ് ചെയ്ത് വെക്കുക. അതിന് ശേഷം മാത്രമാണ് കെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. അൺസേഫ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേറെ കണ്ടീഷൻസ് നോക്കും. അതായത് ഇപ്പം സേഫിൻ്റെ വാല്യൂ 0 ആയിട്ടാണ് സെറ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റം അൺസേഫ് ആണെന്നും പറഞ്ഞ് ആ ലൂപ്പിന് ബ്രേക്ക് ആയി പോകാമെന്നാണ് പറയുന്നത്. നോട്ട് ഓഫ് സേഫ് എന്ന് പറയുന്നത് സേഫിൻ്റെ വാല്യൂ 1 ആണ്, 1ൻ്റെ ഓപ്പോസിറ്റ് 0 ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അൺസേഫ് എന്ന് പറഞ്ഞാൽ പ്രിൻറ്റ് ചെയ്യുക. അതേസമയം സേഫിൻ്റെ വാല്യൂ 1 ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സേഫ് സ്റ്റേറ്റ് ആണെന്ന് പറയാം പ്രിൻറ്റ് ചെയ്തതിന് ശേഷം സേഫ് സീക്വൻസ് എന്താണോ അതിനെ പ്രിൻറ്റ് ചെയ്യുക. REQ RES എന്ന് പറയുന്നത്, REQ RES എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് നമ്മൾ റിസോഴ്സസിനെ നമ്മൾ ഓൾറെഡി ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സ്ക്രീൻഷോട്ട് നോക്കുകയാണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ടിൽ ഏറ്റവും ലാസ്റ്റ് ഒന്നുകൂടെയും കൂടെ റിക്വസ്റ്റ് പുതിയത് കൊടുക്കണമെന്ന് നമ്മൾ ചോദിക്കാം. ഈ ഒരു കേസിൽ ഞാൻ 0 കൊടുത്ത് കൊണ്ട് ഇനിയും റിസോഴ്സസിന് ചോദിക്കത്തില്ല. അതേസമയം 1 ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനനുസരിച്ച് കൊടുത്തേക്കുന്ന റിസോഴ്സസിൻ്റെ വാല്യൂസിനനുസരിച്ച് നമ്മൾ അപ്ഡേഷൻസ് കൊടുത്താൽ മതി. ബേസിക്കലി അപ്ഡേഷൻസ് കൊടുക്കുമ്പോഴേക്ക് അതിനനുസരിച്ച്
റിസോഴ്സസിനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ സേവ് സീക്വൻസ് ക്രിയേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഔട്ട്പുട്ട് വരും. ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്നത് റിസോഴ്സസിനെ റിക്വസ്റ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ്. റിക്വസ്റ്റ് ചെയ്തേക്കുന്ന റിസോഴ്സസും മാക്സിമം അലോ ചെയ്തേക്കുന്ന റിസോഴ്സസും തമ്മിൽ കമ്പയർ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനിൽ മാത്രമേ ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. റിക്വസ്റ്റഡ് റിസോഴ്സസ് അവൈലബിൾ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അലോക്കേഷൻ മെട്രിക്സും റിസോഴ്സ് നീഡഡ് മെട്രിക്സും നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. മാക്സിമം മെട്രിക്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അലോക്കേഷൻ മെട്രിക്സും റിമൈനിങ് മെട്രിക്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ വരുന്നത് വെയിറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ഈ വെയിറ്റ് എന്ന് പറയുന്ന വേരിയബിളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു കാരണവശാൽ റിക്വസ്റ്റ് ചെയ്തേക്കുന്ന റിസോഴ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ അവിടെ വെയിറ്റ് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേരിയബിളാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ വെയിറ്റ് ചെയ്ത് നിർത്താനും, അതേസമയം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത റിസോഴ്സസ് ആ മാക്സിമം മെട്രിക്സിനെക്കാളും കൂടുതലാണ് പുതിയ റിസോഴ്സസ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ മാക്സ് എറർ എന്ന് പറയുന്ന ഒരു പുതിയൊരു വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ മാക്സ് എറർ എന്ന് പറയുന്നത് 1 ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സേവ് സീക്വൻസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. സേവ് സീക്വൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു അൺസേവ് സീക്വൻസ് ആണ് വരുന്നത്. മാക്സ് എറർ 0യും വെയിറ്റ് എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ മാത്രം സേവ് സീക്വൻസിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കാം. അല്ലാത്ത പക്ഷം മാക്സ് എററിൻ്റെ വാല്യൂ 1 ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന മാക്സിമം യൂസേജ് കൂടുതലാണ് എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്ത് നിർത്തുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം വെയിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ടാണ് സ്റ്റിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോസസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും ആണ് ബാങ്കേഴ്സ് അൽഗോരിതം.